നമസ്കാരം. സത്യം മാത്രമേ പറയാവൂ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയാണ്. മോദിജി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇലക്ഷനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായത് കൂടാതെ മോദിജി ഇപ്പോ സോഷ്യൽ മീഡിയയിലെല്ലാം എയറിലാണല്ലോ. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മോളെ അല്ല, ഇപ്പോ മോദിജി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണല്ലോ എന്ന്. നെഹി അല്ല അങ്ങനെയൊന്നുമല്ല. മനസ്സിലാകാത്തതല്ലോ അല്ലേ? അല്ല എനിക്ക് എല്ലാം ഇന്ത്യയിലെ ലാംഗ്വേജസ് എല്ലാം മനസ്സിലാകും. ഐ നോ ഇന്ത്യ ലാംഗ്വേജസ് ഓൾ. ജി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വികസനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിൽ നമ്മുടെ ജനങ്ങൾ സംതൃപ്തരാണ് എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായും തോന്നുന്നുണ്ട്. എന്റെ പ്രവർത്തനങ്ങളിൽ എന്റെ ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. അത് ഞാൻ അവരുടെ പ്രതികരണങ്ങളിലൂടെ, റിയാക്ഷൻസിലൂടെ ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അവര് പൂർണ്ണ സംതൃപ്തരാണ്. ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ അതേപോലെ തന്നെ അറിയാറുണ്ടല്ലോ അല്ലേ? അച്ഛാ ഞാൻ എല്ലാ പ്രതികരണങ്ങളും ഞാൻ നോക്കാറുണ്ട്. അപ്പം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഒരാളുടെയും പാത പിന്തുടരുന്ന ഒരാളല്ല. അതുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും. അതെ, നമ്മളെല്ലാവരും തന്നെ ഗാന്ധിയൻ പാത പിന്തുടരുന്നവരാണ്. അതായത് നമുക്ക് 1947 സ്വാതന്ത്ര്യം നേടിത്തന്നവരുടെ കൂട്ടത്തില് മുൻനിരയില് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ചവരിൽ ഒരാളാണല്ലോ നമ്മുടെ ഗാന്ധിജി. ഹേ ബേട്ടി, യു നോ ഗാന്ധിജി? എനിക്കറിയാം ഗാന്ധിജിയെ. അതിപ്പോ നമ്മുടെ നാട്ടിലെ ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ പോലും ഗാന്ധിജീനെ അറിയാം. അതിലെന്താ ഇത്ര സംശയം? മോളെ, അതായത് നിങ്ങൾക്ക് എന്നു മുതലാണ് ഈ ഗാന്ധിജിയെ അറിഞ്ഞു തുടങ്ങിയത്? ഗാന്ധിയെ എന്ന് തൊട്ട് അറിയാൻ തുടങ്ങിയെന്നോ? അതെന്തൊരു ചോദ്യാ. ഞാനൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഗാന്ധി എന്ന് കേട്ട് വളർന്ന ഒരാളാണ്. അപ്പൊ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഹേ ബേട്ടി, 1982 റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന സിനിമ ഇറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗാന്ധിയെ കുറിച്ച് അറിയാമായിരുന്നോ? നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ടതിന് ശേഷമല്ലേ ഗാന്ധിയെ അറിഞ്ഞു തുടങ്ങിയത്, ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്? അല്ലെന്ന് കുട്ടിക്ക് പറയാൻ പറ്റുമോ? ലോകത്തിലെ തന്നെ പ്രമുഖനായ വ്യക്തിയാണ് ഗാന്ധി. 75 വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ മഹത്വം ലോകത്തെ അറിയിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിരുന്നു. എന്നാൽ നമ്മൾ ആരും അത് ചെയ്തിരുന്നില്ല. എന്നാൽ ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങിയതോടെ അപ്പോഴാണ് ജനങ്ങൾ ഗാന്ധിയെ അറിയാൻ തുടങ്ങിയത്. അതുവരെ ആർക്കും ഗാന്ധിയെ അറിയില്ലായിരുന്നു. അയ്യോ സാർ, അത് അങ്ങനെയല്ല. വെയിറ്റ് ബേട്ടി, മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലിനെയും ഒക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഗാന്ധിയെ അത്ര അങ്ങ് ജനങ്ങൾക്ക് അറിയില്ല. യുനോ? അല്ല സാർ, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ബേട്ടി, ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച വ്യക്തിയാണ് ഞാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അത്രയും പരിചയമുള്ള ഒരാളാണ് ഞാൻ. മനസ്സിലായോ? ഈ ലോകവുമായി ഞാൻ നല്ല രീതിയിൽ പരിചയത്തിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ഞാൻ പറയുന്നത്. ഇതൊരു ഗാന്ധിയൻ പൈതൃകത്തെ ഇല്ലാതാക്കാനുള്ള, അല്ലെ അതിനെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്? നെഹി അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കുട്ടി മനസ്സിലാക്കണം. സാർ ഒന്നും മനസ്സിലാക്കാതെയാണ് ഈ സംസാരിക്കുന്നത്. ബേട്ടി, ഞാൻ പറയട്ടെ, എന്റെ അത്ര ലോകപരിചയവും വിവരവും നിങ്ങൾക്കാർക്കും തന്നെയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലുമാണ് ഇവിടെ വന്ന് ഇരിക്കേണ്ടിയിരുന്നത്. മനസ്സിലായോ? സാർ, അതിനെക്കുറിച്ചും ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോ. എന്റെ കസേര തെറിപ്പിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്റെ കസേര നഷ്ടമാകും എന്ന രീതിയിലാണോ? ഏകദേശം അങ്ങനെയൊക്കെയാണ് സാർ. ഒരിക്കലുമല്ല ബേട്ടി. ഞാൻ ഈ ഇന്ത്യയെ ഭരിക്കുകയല്ല, മറിച്ച് ഞാൻ ഇന്ത്യയെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ദിവസങ്ങൾ നീണ്ട ഒരു ധ്യാനത്തിലേക്ക് പോകുകയാണ്. ആ ധ്യാനം കഴിഞ്ഞെത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും മോദി ആരാണെന്ന്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കും. അല്ല, അതിപ്പോ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിയുന്നുണ്ട്. അതാണ് ഞാനും പറഞ്ഞത്. ധ്യാനം കഴിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആരാണെന്ന്. മനസ്സിലായില്ലേ? ഓക്കെ.
ധ്യാനം കഴിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും മോദിയും ഗാന്ധിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന്. അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തന്നിരിക്കും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും അത് മനസ്സിലാക്കണം. മോദിയും ഗാന്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗാന്ധി അല്ല മോദി. അപ്പോ ഗാന്ധിയൻ മാർഗം ശരിയല്ല, അല്ലെങ്കിൽ ആ വഴിക്ക് പോവരുത് എന്നാണ് പറയുന്നത്? ഞാൻ അങ്ങനെ ഒന്നും പറയില്ല ബേട്ടി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഗാന്ധിയെ അറിഞ്ഞു തുടങ്ങിയത് ഒരു സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമാണ്. ആ സിനിമയിലൂടെ മാത്രം അറിയാനുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നോ ഗാന്ധി, അതോ അതിന് പുറത്തേക്ക് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല? ബേട്ടി ഞാൻ അതിനെ പറ്റി ഒന്നും ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ധ്യാനം കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് കാണാം, സംസാരിക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഇത്രയും അങ്ങയുടെ വിലപ്പെട്ട സമയം, ധ്യാനത്തിനൊക്കെ ഇരിക്കേണ്ട അത്രയും തിരക്ക് പിടിച്ച ആ സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെലവഴിച്ചതിന് നന്ദി. നന്ദി.